ദേശീയ രാഷ്ട്രീയത്തിൽ വരെ കോൺഗ്രസിന്റെ മുഖമായി നിൽക്കുന്ന ശശി തരൂർ വിശ്വപൗരൻ എന്ന മഹത്തരമായ പട്ടമൊക്കെ വഹിച്ച് അങ്ങനെ കോൺഗ്രസിന്റെ ഒരു തലക്കെട്ടെന്ന പോലെ ശശി തരൂർ കോൺഗ്രസിന്റെ ഒരു ബ്രാൻഡാണ്. പക്ഷേ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മാധ്യമങ്ങളിലൂടെ വരുന്ന ശശി തരൂരിന്റെ ചില പരാമർശങ്ങൾ, ചില അറിയിപ്പുകൾ, അവയെല്ലാം കോൺഗ്രസിൽ നിന്ന് ഭിന്നമാകുന്ന തരത്തിലേക്കുള്ളവയാണ്. പലസ്തീൻ വിരുദ്ധ പരാമർശം അടക്കമുള്ളവയെല്ലാം കേരളത്തിലെ കോൺഗ്രസിന്റെ നിലനിൽപ്പിനെ വരെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ. അതിനെ ഒന്നും പിൻവലിക്കുവാൻ അദ്ദേഹം തയ്യാറായിട്ടുമില്ല. ഏറ്റവും ഒടുവിൽ BJPയുടെ ശക്തി കേന്ദ്രമായ തിരുവനന്തപുരം പോലൊരു നഗരത്തിൽ നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് തനിക്കെതിരായി മത്സരിച്ചാൽ പോലും താൻ വിജയിക്കുമെന്ന് വളരെ കോൺഫിഡന്റ് ആയി പറയുന്നതിന്റെ പിന്നിലൊക്കെയുള്ള രാഷ്ട്രീയം എന്താണ്, അതിന്റെ തന്ത്രങ്ങൾ എന്താണ്? കോൺഗ്രസിന്റെ നിലവിലത്തെ ദേശീയ രാഷ്ട്രീയത്തിലെ നിലനിൽപ്പോ കേരള രാഷ്ട്രീയത്തിലെ നിലനിൽപ്പോ ഒന്നും ശശി തരൂരിനെ ബാധിക്കുന്ന വിഷയമല്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ. അല്ലെങ്കിൽ പലസ്തീൻ വിരുദ്ധ പരാമർശമൊക്കെ നടത്തിയപ്പോൾ അത് പിൻവലിക്കുവാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ അത് പിൻവലിക്കണം, അത് പിൻവലിച്ചില്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്ന യുക്തി ഉപയോഗിക്കാതെ വീണ്ടും തന്റെ പരാമർശത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു ശശി തരൂർ. ഈ പ്രവൃത്തി കൊണ്ടൊക്കെ ശശി തരൂർ ഉദ്ദേശിക്കുന്നത് എന്താണ് പരിശോധിക്കാം. ഏറ്റവും ഒടുവിൽ 2009 മുതൽ 2019 വരെ ശശി തരൂരിനെ ഇരുകൈയും കൊണ്ട് സ്വീകരിച്ച തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലമാണ്. അതിന്റെ ഭൂപ്രദേശ രീതിയാണ്, അവിടുത്തെ ജാതി സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ശശി തരൂരിന് കിട്ടുന്ന വോട്ടുകളാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക പ്രകാരം ഈ മണ്ഡലത്തിൽ 13,34,665 വോട്ടർമാരും 2011 സെൻസസ് പ്രകാരം തിരുവനന്തപുരം ജില്ലയിലെ ആകെ ജനസംഖ്യ 33,01,427 പേരാണ്. തിരുവനന്തപുരം ജില്ലയിലെ ജനസംഖ്യയുടെ 66.46% ഹിന്ദുക്കളും ക്രിസ്ത്യാനികൾ 19.1%, മുസ്ലിങ്ങൾ 13.72%. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് 73.45% 2014 2009 തെരഞ്ഞെടുപ്പുകളിൽ ഇത് യഥാക്രമം 68.63% 65.74% ഇങ്ങനെയാണ് തിരുവനന്തപുരത്തിന്റെ ഒരു ഭൂപ്രദേശം, തിരുവനന്തപുരത്തിന്റെ ജാതി സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വോട്ട് ഷെയർ. ഇനി ശശി തരൂരിന്റെ പരാമർശങ്ങൾ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കേണ്ടതുണ്ട്. അവയിലെല്ലാം ക്രൈസ്തവ മതസ്ഥരെ തന്നോട് ചേർത്ത് വയ്ക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യമുണ്ട്. അതിന്റെ ഒരു ധ്വനി ഉയരുന്നുണ്ട്. തിരുവനന്തപുരം ഒരു നായർ മെജോറിറ്റിയുള്ള അല്ലെങ്കിൽ എലൈറ്റ് ക്ലാസുകളുടെ വോട്ട് ഭൂരിപക്ഷം കൂടുതലുള്ള ഒരു പ്രദേശമാണ്. അവിടെ പിന്നീട് ശക്തമായി നിൽക്കുന്നത് ക്രൈസ്തവ വോട്ടുകളാണ്. ഏകദേശം 19% ക്രൈസ്തവ വോട്ടുകളാണ് അവിടെയുള്ളത്. ആ ക്രൈസ്തവ വോട്ടുകളെ ഏകോപിപ്പിക്കുവാൻ വേണ്ടി BJP ശ്രമിക്കുമ്പോൾ, BJPയോടൊപ്പം തന്നെ അല്ലെങ്കിൽ BJP ക്രൈസ്തവരെ ചേർത്ത് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അതേ ക്രൈസ്തവരെ തന്നോടൊപ്പം ചേർത്ത് നിർത്താൻ ശ്രമിക്കുകയാണ് ശശി തരൂർ. കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2014 ലഭിച്ചതിനേക്കാൾ ഇരട്ടി വോട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിലായിരുന്നു ശശി തരൂർ വിജയിച്ചത്. എന്നിരുന്നാലും അവിടെ BJPയുടെ കുമ്മനം രാജശേഖരന്റെ ഇടപെടലും വോട്ട് ഷെയറും വളരെ വലുതായിരുന്നു. കുമ്മനം രാജശേഖരന് ലഭിച്ച BJP വോട്ടുകളെ മറികടക്കുവാൻ ഇത്തവണ ശശി തരൂർ ഉപയോഗപ്രദമാക്കുന്നത് ക്രൈസ്തവ വോട്ടുകളെ ആയിരിക്കും. അതിന്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ കുറെ നാളുകളായി ക്രൈസ്തവ വോട്ടർമാരെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള പല പരാമർശങ്ങളും മുൻപോട്ട് വെക്കുന്നത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട വോട്ടർമാരെ പരിഗണിക്കാത്ത തരത്തിലുള്ള പരാമർശങ്ങൾ, അവർക്ക് മാനസികപരമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ, പലസ്തീൻ വിരുദ്ധ പരാമർശം അടക്കം നടത്തുന്നതും ക്രൈസ്തവരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയാണെന്ന് പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും ശശി തരൂരിന് കൈവിട്ടു പോയ സാഹചര്യങ്ങളിൽ ക്രൈസ്തവ വോട്ടുകളായിരുന്നു ശശി തരൂരിന് താങ്ങായി നിന്നിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാടാർ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ടുകളായിരുന്നു. ആ വോട്ടുകളെ ഇത്തവണയും സംരക്ഷിക്കുവാൻ, ചോർന്നു പോകാതിരിക്കുവാൻ വേണ്ടിയുള്ള തന്ത്രപരമായ നീക്കമാണ് ശശി തരൂർ ഇത്തവണ നടത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. വിഴിഞ്ഞം സമരത്തിൽ ശശി തരൂരിന്റെ നിലപാട് അവിടുത്തെ സമരമുഖത്ത് നിന്നിരുന്ന ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ഇത്തവണ അവയെല്ലാം പരിഹരിക്കുക, ക്രൈസ്തവരെ കൂടി തന്നോടൊപ്പം ചേർത്ത് നിർത്തുക എന്ന ഉദ്ദേശമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനുണ്ടാകാം. അതിന്റെ ഏറ്റവും ആദ്യ ഉദാഹരണമായിരുന്നു പലസ്തീൻ വിരുദ്ധ പരാമർശം. പലസ്തീൻ ഐക്യവേദി എന്ന തരത്തിൽ വേദി ഒരുക്കിക്കൊണ്ട് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന തരത്തിലാണ് ശശി തരൂരിന്റെ പരാമർശങ്ങൾ എന്ന് പല മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും പറഞ്ഞിരുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രൈസ്തവ വോട്ടുകളെക്കാളും ഹിന്ദു നായർ വോട്ടുകളെക്കാളും ഒക്കെ ശതമാനം കൊണ്ട് വളരെ താഴെയാണ് മുസ്ലിം വോട്ടുകൾ. അതുകൊണ്ട് തന്നെ മുസ്ലിം വോട്ടുകളെ പരിഗണിക്കാതെ ക്രൈസ്തവരെയും ഹിന്ദു മതസ്ഥരെയും തന്നോടൊപ്പം ചേർത്ത് നിർത്തുക എന്ന ഉദ്ദേശത്തിന്റെ ഭാഗമായി തന്നെ ആകണം പലസ്തീൻ വിരുദ്ധ പരാമർശം അടക്കമുള്ള
മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ തഴഞ്ഞുകൊണ്ടും ക്രൈസ്തവരെ ഉൾക്കൊണ്ടുകൊണ്ടുമുള്ള പല പരാമർശങ്ങളും ശശി തരൂർ നടത്തിയത്. ഒടുവിൽ നരേന്ദ്രമോദി തന്നോടൊപ്പം മത്സരിച്ചാൽ പോലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ താൻ ജയിക്കുമെന്ന് പറഞ്ഞതിന്റെ പിന്നിലെ രാഷ്ട്രീയം വ്യക്തമാണ്. നരേന്ദ്രമോദിയോട് വിരുദ്ധ വികാരമുള്ള നിരവധി പേരുണ്ട്. അവരുടെ എല്ലാം വോട്ടുകൾ ശേഖരിക്കുക, നരേന്ദ്രമോദിയോളം ഈ രാജ്യത്തെ നയിക്കുവാൻ കരുത്തനായ നേതാവാണ് താനെന്ന് ഉറപ്പിക്കുക, നരേന്ദ്രമോദി തന്നെക്കാൾ വലിയ രാഷ്ട്രീയ നേതാവല്ല എന്ന് അരക്കിട്ടുറപ്പിക്കുക. ഒപ്പം മണിപ്പൂർ വിഷയത്തിലടക്കം BJPയോട് തെറ്റി നിൽക്കുന്ന ക്രൈസ്തവരെ ഇങ്ങനെയുള്ള പരാമർശങ്ങളിലൂടെയൊക്കെ നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്നതിലൂടെയൊക്കെ തന്നോടൊപ്പം ചേർത്ത് നിർത്തുക എന്ന തന്ത്രപരമായ നീക്കമായിരിക്കണം ശശി തരൂരിന്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പ്രകടമാക്കുന്നത്. ശശി തരൂരിന്റെ ഇത്തരം പരാമർശങ്ങളിൽ വെട്ടിലാകുന്നത് കോൺഗ്രസ് ആണ്. ഇവിടെ ന്യൂനപക്ഷങ്ങളോടൊപ്പം നിൽക്കുന്ന, മുസ്ലിം സമുദായങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന ഒരു മുഖം കോൺഗ്രസിനുണ്ട്. പക്ഷേ അതിനൊക്കെ വിരുദ്ധമാകുന്ന തരത്തിലേക്കുള്ള നിലപാടുകളും പ്രവർത്തനങ്ങളുമാണ് ശശി തരൂർ മുൻപോട്ട് വെക്കുന്നത്. പലസ്തീൻ വിരുദ്ധ പരാമർശം അതിന്റെ ഭാഗമാണ്. ലീഗ് കോൺഗ്രസിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ലീഗില്ലാതെ നിലവിൽ കേരളത്തിൽ കോൺഗ്രസിന് നിലനിൽക്കാൻ കഴിയില്ല എന്നത് സത്യമാണ്, പരമാർത്ഥമാണ്. പക്ഷേ അതിനെ ഒന്നും വകവയ്ക്കാതെ തന്റെ പ്രവൃത്തി മണ്ഡലം സുരക്ഷിതമാക്കുവാൻ വേണ്ടി മുസ്ലിം സമുദായത്തിലുള്ളവരെ തള്ളി ക്രൈസ്തവരെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു ശശി തരൂർ. ഇനി ഇതിന് മറ്റൊരു തലം കൂടി കാണേണ്ടതായുണ്ട്. മല്ലികാർജ്ജുന ഖാർഗെയോടൊപ്പം AICCയുടെ അധ്യക്ഷനായി മത്സരിക്കുന്ന സമയത്ത് കേരളത്തിലെ പല നേതാക്കന്മാരും തന്നോടൊപ്പം നിന്നിരുന്നില്ല. തന്നെ വേണ്ടാത്ത കോൺഗ്രസ് നേതാക്കന്മാരെ പരിഗണിക്കേണ്ട ആവശ്യം തനിക്കില്ല എന്ന ഒരു നിലപാട് കൂടി ഇതിലൊക്കെ നിഴലിക്കുന്നുണ്ട് എന്നതും പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് തന്റെ ഇടം സംരക്ഷിക്കണം, മറ്റുള്ളവ എങ്ങനെയായാലും കുഴപ്പമില്ല എന്ന തരത്തിലേക്കാണ് ശശി തരൂരിന്റെ നിലപാടുകളും പ്രവർത്തനങ്ങളും പ്രകടമാക്കുന്നത്.